ചൈനീസ് ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ BYDയുടെ 85,000 കോടി രൂപയുടെ നിക്ഷേപം വേണ്ടെന്ന് വെച്ച് കേന്ദ്ര സർക്കാർ. ദക്ഷിണേന്ത്യ കേന്ദ്രീകരിച്ച് BYD നടത്താനിരുന്ന നിക്ഷേപത്തിനാണ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത്. കേന്ദ്ര വാണിജ്യ വകുപ്പ് മന്ത്രി പീയൂഷ് ഗോയലാണ് ഇത് സംബന്ധിച്ച് സ്ഥിരീകരണം നൽകിയത്. എന്നാൽ US-ലെ ഡൊണാൾഡ് ട്രംപ് സർക്കാരിന്റെ വിശ്വസ്തനായ ഇലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ടെസ്ലയ്ക്ക് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ചൈനീസ് കമ്പനിയായ BYDയുടെ നിക്ഷേപത്തിന് അനുമതി നിഷേധിച്ചതെന്നാണ് ഉയരുന്ന ആക്ഷേപം. US-ൽ ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ മസ്കിന്റെ ടെസ്ല വിപണിയിൽ കടുത്ത പ്രതിസന്ധി നേരിടുന്നുണ്ട്. ട്രംപ് അധികാരമേറ്റതിന് പിന്നാലെ മസ്ക് US സർക്കാരിൽ നടത്തിയ ഇടപെടലുകളെ തുടർന്ന് ടെസ്ലയുടെ ഓഹരികളും കനത്ത ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. തുടർന്ന് ടെസ്ലയ്ക്കും മസ്കിനും പിന്തുണ നൽകിക്കൊണ്ട് ട്രംപ് രംഗത്തെത്തുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി ടെസ്ല മോഡൽ S കാർ ട്രംപ് വാങ്ങിയതും വലിയ ശ്രദ്ധ നേടിയിരുന്നു. നേരത്തെ ഇന്ത്യൻ വിപണി നോട്ടമിട്ടിരുന്നുവെങ്കിലും US-ൽ അടിപതറിയതോടെയാണ് ടെസ്ല ഇന്ത്യയിലേക്കും ചുവടുറപ്പിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ ഷോറൂമുകൾ തുറക്കാൻ മാത്രമാണ് ടെസ്ല പദ്ധതിയിട്ടിരിക്കുന്നത്. ടെസ്ലയ്ക്ക് വേണ്ടി കരാർ അടിസ്ഥാനത്തിൽ വാഹനങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യൻ കമ്പനികളുമായി ചർച്ചകളും നടക്കുന്നുണ്ട്. പ്രതിവർഷം 5 ലക്ഷം വണ്ടികൾ നിർമ്മിക്കാൻ ശേഷിയുള്ള പ്ലാന്റ് സ്ഥാപിക്കാൻ കമ്പനിക്ക് പദ്ധതിയുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കമ്പനിയുടെ പുതിയ ഷോറൂമുകൾ ഉടൻ തന്നെ ഡൽഹി, മുംബൈ നഗരങ്ങളിൽ തുറക്കാനിരിക്കെയാണ് BYDയുടെ നിക്ഷേപത്തെ കേന്ദ്ര സർക്കാർ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി തള്ളിയത്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾക്ക് ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ സർക്കാരിന്റെ അനുമതി തേടേണ്ടതുണ്ട്. BYD മാനേജ്മെന്റിന് ചൈനീസ് സർക്കാരിലും സൈന്യത്തിലുമുള്ള ബന്ധമാണ് കേന്ദ്രത്തിന് മുന്നിൽ തടസ്സമായതെന്നാണ് റിപ്പോർട്ടുകൾ. കമ്പനിയുടെ ഉടമസ്ഥാവകാശത്തിലും സർക്കാരിന് സംശയമുണ്ട്. ചൈനീസ് വിപണിയിൽ വിദേശ കമ്പനികളെ വലുതായി പ്രോത്സാഹിപ്പിക്കാറില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ ഇന്ത്യയിൽ 20ഓളം ചൈനീസ് കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതുകൂടാതെ 80ലേറെ കമ്പനികൾ ഇന്ത്യൻ കമ്പനികളുടെ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുമുണ്ട്. ഓയോ, സൊമാറ്റോ, ബൈജൂസ്, ഓല തുടങ്ങിയ കമ്പനികളിൽ ചൈനയ്ക്ക് ഓഹരി പങ്കാളിത്തവുമുണ്ട്. ഹൈദരാബാദിലാണ് 85,000 കോടി രൂപയുടെ നിക്ഷേപത്തിന് BYD അനുമതി തേടിയത്. ഇതിനായി ഹൈദരാബാദിൽ അനുയോജ്യമായ സ്ഥലം കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത്. അതേസമയം BYDയുടെ ഇലക്ട്രിക് കാറുകൾക്ക് ഇന്ത്യയിൽ പ്രിയമേറിയാണ്. വിൽപ്പനയിലും BYD ഒട്ടും പിന്നിലല്ല.